ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തുന്നത് പുരാവസ്തു കടത്തിലേക്കും കൂടിയാണ്. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സീനിയർ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഡി മണിയെന്ന ആളാണെന്നും വ്യവസായി പറഞ്ഞിട്ടുണ്ട്. 2019-2020 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹക്കടത്ത് നടന്നതെന്നാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എ പത്മകുമാറും എൻ വാസുവുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. നിലവിൽ രണ്ടുപേരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിലുമാണ്. വ്യവസായി പരാമർശിച്ച ഡി മണി പുരാവസ്തു കട സംഘത്തിന്റെ ഭാഗമാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചുവെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിഗ്രഹക്കടത്തിനും ഇടനില നിന്നത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരം വെച്ചായിരുന്നു പണം കൈമാറിയത്. ഡി മണി നേരിട്ടെത്തിയായിരുന്നു അന്ന് പണം നൽകിയത്. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ളൊരു ഉന്നതനാണ് ആ പണം വാങ്ങിയതെന്നാണ് വിവരം. പണം കൈപ്പറ്റുന്ന സമയത്ത് ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇനി ഡി മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണെന്നായിരുന്നു രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടിയുടെ പുരാവസ്തു കടത്താണെന്നും അതിനെക്കുറിച്ച് മലയാളിയായ വിദേശ വ്യവസായിക്ക് അറിയാം എന്നുമായിരുന്നു രമേശ് ചെന്നിത്തല അന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. എന്നാൽ അത് സംബന്ധിച്ച് തൻ്റെ കയ്യിൽ അപ്പോൾ തെളിവുകൾ ഒന്നുമില്ലെന്നും വ്യവസായി തന്നോട് ഇക്കാര്യം പങ്കുവെക്കുകയാണ് ചെയ്തതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഈ വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കൈമാറി. അതിന് പിന്നാലെയാണ് വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചായിരുന്നു അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും SIT അറസ്റ്റ് ചെയ്തിരുന്നു. ഡിസംബർ 19-നായിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചായിരുന്നു. മുംബൈയിൽ നിന്നുള്ള വിദഗ്ധനെ എത്തിച്ചായിരുന്നു അവർ സ്വർണം വേർതിരിച്ച് എടുത്തത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പങ്ക് വ്യക്തമായതോടെയായിരുന്നു SIT ഇവരുടെ അറസ്റ്റിലേക്ക് കടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDയും അന്വേഷണം നടത്തിവരികയാണ്. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ED ഈ അന്വേഷണത്തിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് CBI. കേരള ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള FSL റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്. നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം മന്ദഗതിയിലാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി കണ്ണികളും ഉണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സം ഇല്ലെന്നാണ് CBI കോടതിയെ അറിയിച്ചിട്ടുള്ളത്.